ആർക്കാ മോളെ കോഫി? അമ്മച്ചി വാവയോട് ചോദിച്ചു. ഇച്ചായന അമ്മച്ചി. എബിക്കോ? അമ്മച്ചിയുടെ കണ്ണുകൾ അല്പം വിടർന്നു. വന്നിട്ട് ഇതുവരെ വാവ എബിയോടൊന്നും സംസാരിച്ചു പോലും കണ്ടിട്ടില്ല. അലക്സിച്ചായന അമ്മച്ചി. കോഫി പൗഡറും പഞ്ചസാരയും ഇട്ട് സ്പൂണിട്ടിളക്കിക്കൊണ്ട് വാവ പറഞ്ഞു. പൂനിലാവ് പോലെ വിടർന്ന അമ്മച്ചിയുടെ മുഖം മങ്ങി. എങ്കിലും അമ്മച്ചി അത് പുറത്ത് കാണിച്ചില്ല. വൈകി എവിടെ? ചേച്ചി റൂമിലുണ്ട്. വാവ കോഫി കപ്പിലേക്ക് പകർത്തി. സാരി ഉടുക്കുവാകും അല്ലയോ? ഈ ചെറുക്കൻ്റെ ഓരോ കാര്യങ്ങള്. സ്ലാബ് തുടയ്ക്കുന്നതിനിടയിൽ അമ്മച്ചിയുടെ ചുണ്ടുകൾ വിടർന്നു. വാവയുടെ പുരുകം വില്ല് പോലെ വളഞ്ഞു. എന്നതാ അമ്മച്ചി പറഞ്ഞത്? അലക്സിന് വൈകമോൾ ആ സാരി ഉടുത്ത് കാണണോന്ന് പറഞ്ഞു. ഉടുത്തേച്ചും ചെല്ലാൻ. മനസ്സിലായ പോലെ വാവയൊന്ന് മൂളി. അലക്സ് ഫോണിൽ നോക്കിക്കിടക്കുമ്പോൾ പിന്നിൽ ഡോർ തുറക്കുന്ന ശബ്ദം കേട്ടു. വൈക തന്നെയാകും എന്ന് കരുതി. അവൾക്കായി മാത്രം വിരിയുന്ന ചെറിയൊരു ചിരി ആദരങ്ങളുടെ ഭംഗി കൂട്ടി. ഭംഗിയുള്ള ആ സാരിയിൽ വൈകയെ കാണണമെന്ന് അത്രയും കൊതി തോന്നി. തിരിഞ്ഞു നോക്കാതെ തന്നെ ഇരുന്നു. പിന്നിൽ പ്രിയപ്പെട്ടവളുടെ സാമീപ്യമല്ല അറിഞ്ഞത്. അവനത് പെട്ടെന്ന് മനസ്സിലാകുകയും ചെയ്തു. അലക്സ് പെട്ടെന്ന് തിരിഞ്ഞു. പിന്നിൽ നിൽക്കുന്നവളുടെ വേഷമാണ് ആദ്യം ശ്രദ്ധിച്ചത്. പിന്നെ ആ മുഖത്തേക്കും. നെഞ്ചിലൂടെ ഒരു മിന്നൽ കടന്നുപോയതവൻ അറിഞ്ഞു. പെട്ടെന്ന് എഴുന്നേറ്റു. ചിരിയോടെ കയ്യിൽ കോഫിയും പിടിച്ചു നിൽക്കുന്ന വാവ ഭംഗിയായി സാരി ഞൊറിഞ്ഞെടുത്തിട്ടുണ്ട്. വൈകി ഉടുക്കാറുള്ള ടൈപ്പ് സിമ്പിൾ പ്ലെയിൻ സാരിയാണ്. മിഡ് നൈറ്റ് ബ്ലൂ കളർ. തലമുടി വെറുതെ വിടർത്തിയിരിക്കുന്നു. ഒരിക്കൽ പോലും അവളുടെ നെറ്റിത്തടത്തിൽ പൊട്ട് കണ്ടിട്ടില്ല. ഇന്നൊരു കല്ല് പതിപ്പിച്ച സ്റ്റിക്കർ പൊട്ടുണ്ട്. അലക്സിന്റെ മുഖം വിവരണമായി. ദാ. മുഖത്ത് വരുത്തി തീർത്ത ചിരിയോടെ അലക്സ് കോഫിക്കായി കൈനീട്ടി. എങ്ങനെയുണ്ട് ചായ? നന്നായിട്ടുണ്ട്. കോഫി സിപ്പ് ചെയ്ത് മറ്റെങ്ങോ നോക്കി നിന്നവൻ വാവയെ നോക്കി വെറുതെ ഒന്ന് ചിരിച്ചു. കോഫി മതിയാക്കി കപ്പ് ടേബിളിലേക്ക് വെച്ച് അലക്സ് എഴുന്നേറ്റു. എനിക്കൊന്ന് ഫ്രഷ് ആകണം. ചെറിയൊരു തലവേദന പോലെ. അയ്യോ, എന്തു പറ്റി? വാവ പാഞ്ഞു വന്ന് നെറ്റിയിൽ തൊടാൻ കൈ ഉയർത്തുമ്പോൾ അലക്സ് പിന്നിലേക്ക് നീങ്ങി. കുഴപ്പമില്ല, വാവ പൊയ്ക്കോളൂ. മുഖത്ത് ചിരി വരുത്തി തന്നെ പറഞ്ഞു. ടവലെടുത്തു. ഇച്ചായ, എനിക്ക് ഈ സാരി ഒത്തിരി ഇഷ്ടമായി. ഇച്ചായന് സാരിയാ ഇഷ്ടം അല്ലേ? അലക്സ് ചിരിക്കുക മാത്രം ചെയ്തു. വാഷ്റൂമിലേക്ക് കയറി ഡോറടച്ച് ടവൽ ഹാങ്ങറിലേക്കിട്ടു. ബനിയനും ഊരി ഷവർ ഓൺ ചെയ്ത് രണ്ട് കൈയും ഭിത്തിയിലേക്ക് ഊന്നി നിന്നു. മനസ്സിന് വല്ലാത്തൊരു ഭാരം പോലെ. തലയിൽ നിന്നും ഒഴുകിയിറങ്ങിയ വെള്ളം മുഖത്തോടൊഴുകി തൻ്റെ താടിരോമങ്ങളെ നനച്ച് ഉറച്ച നെഞ്ചിലെ രോമങ്ങൾക്കിടയിലൂടെ താഴേക്കൊഴുകി. വാവ സ്റ്റെയർ കേസ് ഇറങ്ങി വരുന്നത് കണ്ട എബിയുടെ കണ്ണുകൾ വിടർന്നു. അവൻ്റെ ചൊടികളിൽ മനോഹരമായൊരു പുഞ്ചിരിയും വിരിഞ്ഞു. സെലിൻ ഫോണിൽ നോക്കി ഹാളിൽ സെറ്റിയിലിരിപ്പുണ്ട്. സെലിൻ വാവയെ കണ്ടതുമില്ല. വാവയിൽ നിന്നുള്ള നോട്ടം മാറ്റി പെട്ടെന്ന് എബി സെലിൻ്റെ അരികിലേക്ക് ചെന്നിരുന്ന് അവളുടെ കയ്യിൽ പിടിച്ച് എന്തോ സംസാരിക്കും പോലെ ഇരുന്നു. പെട്ടെന്നുള്ള എബിയുടെ പ്രവൃത്തിയിൽ സെലിൻ ഞെട്ടിപ്പോയി. സെലിൻ്റെ പകച്ചുള്ള ഇരിപ്പ് കണ്ട് എബി സ്റ്റെയർക്കേസിന് നേരെ കണ്ണു കാണിച്ചു. വാവയെ കണ്ടപ്പോൾ സെലിൻ്റെ വായ പൊളിഞ്ഞു. അത്രയും ഭംഗിയുണ്ട്. എൻ്റെ പെണ്ണിനെ വായി നോക്കാതടി. എബി അടക്കി പിടിച്ച് പറഞ്ഞപ്പോൾ സെലിൻ വായ പെട്ടെന്നടച്ചു. വാവ ഇരുവരെയും വെറുതെ ഒന്ന് നോക്കി റൂമിലേക്ക് പോയി. ഈ അടുത്ത കാലത്തെങ്ങും ആ പോയ സാധനത്തിൻ്റെ റിപ്ലൈ ചായം പ്രതീക്ഷിക്കണ്ട. അസൂയ മൂത്ത് പ്രേമം തോന്നാനേ അതിനം വേറെയാ. എനിക്കെന്താടി ഒരു കുറവ്? കളിയാക്കിയാണ് ചോദിച്ചതെങ്കിലും എബിയുടെ കണ്ണുകളിലെ ചുവപ്പ് സെലിനും വല്ലാതെ തോന്നി. ഇച്ചായ സൂപ്പറല്ലേ? പിന്നെ വാവയുടെ സ്വഭാവം ഇങ്ങനെയല്ല ഇച്ചായ. ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. എബി പെട്ടെന്ന് പുറത്തേക്കിറങ്ങിപ്പോയപ്പോൾ ഇരുവരുടെയും സംസാരം കേട്ടുനിന്ന അപ്പൻ്റെ മനസ്സാണ് കൂടുതൽ നേറിയത്. വൈകേ, മോളൊന്നും കഴിച്ചില്ലല്ലോ. അവനും കഴിക്കാൻ കൊടുത്ത് മോളും കഴിക്ക. അമ്മച്ചി വിളമ്പിത്തരാം, വാ. ആഹാ, സാരി ഉടുത്തപ്പോൾ ഭാവ ഒന്നുകൂടെ സുന്ദരിയായല്ലോ. ഏഞ്ചൽ പറയുമ്പോഴാണ് അമ്മച്ചി കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുന്ന വാവയെ കണ്ടത്. അമ്മച്ചി വൈകയെ ഒന്ന് നോക്കി. വൈക വാവയെ തന്നെ നോക്കി നിൽക്കുവാണ്. വാവയെ നോക്കുന്ന അവളുടെ കണ്ണുകളിൽ വല്ലാത്ത തിളക്കമാണ്. മോൾ അവനരികിലേക്ക് പോയോ? അമ്മച്ചി വൈകിയോട് ചോദിച്ചു.
ഇല്ല അമ്മച്ചി. എങ്കിൽ കഴിക്കാനെടുത്തോണ്ട് ചെല്ല്. ഞാനും ഇച്ചായനും പുറത്തുനിന്ന് കഴിച്ചതാ. അത് കുഴപ്പമില്ല, വൈക കഴിച്ചില്ലെന്നറിയുമ്പോൾ അവൻ കഴിക്കും. അമ്മച്ചിക്ക് അത് ഉറപ്പായിരുന്നു. അല്ലച്ചേ, വാ. വാവ എന്തോ പറയാൻ തുടങ്ങിയപ്പോഴേക്കും അമ്മച്ചി വൈകിയുടെ കയ്യിൽ പിടിച്ച് പുറത്തേക്ക് വലിച്ചിരുന്നു. മോൾക്ക് അലക്സ് വാങ്ങിത്തന്ന സാരിയാണോ അത്? അതേ എന്ന് കേൾക്കാൻ ഇഷ്ടപ്പെടാതെ അടുക്കളയിലേക്ക് നടക്കുന്നതിനിടയിൽ അമ്മച്ചി ചോദിച്ചു. വാവയ്ക്കത് ഒത്തിരി ഇഷ്ടമായതുകൊണ്ടാ. അമ്മച്ചി അമർത്തിയൊന്ന് മൂളുക മാത്രം ചെയ്തു. 2 പ്ലേറ്റിൽ ചോറും കറികളും വിളമ്പി നൽകുമ്പോൾ അമ്മച്ചിയുടെ മുഖം ഇരുണ്ടു തന്നെയിരുന്നു. ചെന്ന് കഴിക്ക്, വൈകിയെ നോക്കി അരുമയായി പറഞ്ഞു. കൈനീട്ടി വാങ്ങിക്കൊണ്ടു പോകുന്നവൾ കണ്ണിൽ നിന്ന് മറയുന്നത് വരെ അമ്മച്ചി നോക്കി നിന്നു. കണ്ണിൽ നിന്നും അകന്നപ്പോൾ ഒരു നെടുവീർപ്പോടെ മുഖം തിരിച്ചു. വൈക ചെല്ലുമ്പോൾ അലക്സ് കണ്ണിന് കുറുകെ കൈവച്ച് കിടക്കുന്നുണ്ട്. ആ ഡോർ അങ്ങ് അടച്ചേക്ക് വൈക. ആ കിടപ്പിൽ കിടന്നും തന്നെ മനസ്സിലായോ? വൈകിക്കൽപ്പം അതിശയം തോന്നി. ഇപ്പോഴും അതേ കിടപ്പാണ്. വളരെ പരുക്കമായാണ് അവൻ പറഞ്ഞത്. പ്ലേറ്റ് 2 ടേബിളിൽ വെച്ച് വൈക മെല്ലെ പോയി ഡോറടച്ചു. ലോക്ക് ചെയ്തേക്കെ. വൈകി ഒന്ന് സംശയിച്ച് അതും അനുസരിച്ചു. അലക്സ് മെല്ലെ എഴുന്നേറ്റിരുന്നു. വൈകിയുടെ മുഖത്തേക്ക് നോക്കിയതേയില്ല. കഴിക്കാൻ വൈക പറഞ്ഞപ്പോൾ മുഖമുയർത്തി അവളെ തുറിച്ചൊന്നു നോക്കി. വൈകയും വല്ലാതായി. പെട്ടെന്നവൾ മുഖം താഴ്ത്തി. ഞാൻ വൈകയ്ക്കാണോ സാരി വാങ്ങിത്തന്നത്? ശാന്തമായി തന്നെ അവൻ ചോദിച്ചു. വൈക മറുപടി പറഞ്ഞതേയില്ല. ചോദിച്ചത് കേട്ടില്ലോടി. മുഷ്ടി ചുരുട്ടി ബെഡിൽ ആഞ്ഞിടിച്ചുകൊണ്ട് അവൻ അലറി. വൈക ഞെട്ടിപ്പോയി. വാവയ്ക്ക് വേണേൽ വേറെ വാങ്ങിക്കൊടുക്കാൻ എനിക്കറിയില്ലേ? നിനക്ക് തന്നത് അത് എന്റെ പെണ്ണ് ധരിച്ച് കാണണമെന്ന ആഗ്രഹത്തോടെയാ. വാവ ചോദിച്ചപ്പോ അവൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞപ്പോ അലക്സിന് ദേഷ്യം വന്നു. അവൾക്ക് ഇഷ്ടമുള്ളതെല്ലാം പറയുന്നതെല്ലാം നീ കൊടുക്കുവോന്ന് അവളുടെ കയ്യിൽ പിടിച്ചുലച്ചുകൊണ്ട് അലക്സ് ചോദിച്ചു. അലക്സിന്റെ ശബ്ദം ഉയർന്നപ്പോൾ തന്നെ വൈക കരയാൻ തുടങ്ങിയിരുന്നു. എന്തു പറഞ്ഞാലും നിന്ന് മോങ്ങാനല്ലാതെ എന്തറിയാം നിനക്ക്? ഇങ്ങനൊന്നും പറയില്ലേ, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അവളുടെ കരഞ്ഞു കലങ്ങിയ കണ്ണുകളിലേക്കൊന്ന് നോക്കി അലക്സ് ഡോർ വലിച്ചു തുറന്ന് പുറത്തേക്ക് പോയി. മോളെ. അലക്സ് പോയ വഴിയെ സ്റ്റെയർകേസിന് മുകളിൽ കൈവരിയിൽ പിടിച്ചു നിൽക്കുമ്പോഴാണ് പിന്നിൽ നിന്നും റാണി ആന്റിയുടെ ശബ്ദം അവളെ തേടിയെത്തിയത്. പെട്ടെന്ന് കൈ ഉയർത്തി കണ്ണുകൾ തുടച്ചുകൊണ്ടാണ് വൈക തിരിഞ്ഞത്. പിന്നിൽ റാണി ആന്റിക്കൊപ്പം അമ്മച്ചിയുമുണ്ട്. അമ്മച്ചിയുടെ മുഖം വല്ലാതെ ഇരിക്കുന്നു. അലക്സ് പറഞ്ഞതൊക്കെ കേട്ടെന്ന് വ്യക്തം. ആന്റി പറഞ്ഞതൊന്നും മോള് മനസ്സിൽ വെച്ചേക്കല്ലേ. ആന്റി മറ്റൊന്നും കൊണ്ടല്ല. മോൾക്ക് വിഷമമായെങ്കിൽ. റാണി വൈകിയുടെ കൈ കൂട്ടിപ്പിടിച്ചു. അയ്യോ, അതൊക്കെ ഞാൻ അപ്പോഴേ മറന്നു. വല്ലതും ഒക്കെ നന്നായി കഴിച്ച് ആന്റി ഇനി വരുമ്പോൾ നന്നായിരിക്കണം. കണ്ണുകളിടയ്ക്കൊക്കെ സ്റ്റെയർകേസിന് താഴേക്ക് പായുന്നു. അലക്സ് എങ്ങാനും വരുന്നുണ്ടോന്ന്. ആന്റി എങ്കിലും ഇറങ്ങിയേക്കുവാ. പശുക്കളെ കറക്കുന്ന നേരമാകുമ്പോഴേക്കും വരാമെന്ന് പറഞ്ഞേച്ചുവാ ഇറങ്ങിയത്. ഞാനല്ലാതെ മറ്റാരെയും അടുപ്പിക്കത്തുമില്ല കറക്കാനേ. എന്നാ ശരി മോളെ. നേരത്തെ ഉണ്ടായിരുന്ന ആ നീരസം ഇപ്പോൾ റാണിയുടെ മുഖത്തില്ല. വൈകിയുടെ ജീവിതവും അവൾ അനുഭവിച്ചതും ഒക്കെ വെല്ലുമിച്ച് പറഞ്ഞപ്പോൾ പാവം തോന്നി. കഷ്ടപ്പെട്ട് കുടുംബം പോറ്റിയിരുന്നവളാണ്. അധ്വാനിക്കുന്നവരോട് എന്നും മതിപ്പാണ് റാണിക്ക്. റാണിയും നല്ലതുപോലെ കഷ്ടപ്പെട്ടാണ് കുടുംബം വളർത്തിയെടുത്തത്. കെട്ടിയോനൊരു അയ്യോ പാവം. 3 പെൺപിള്ളേര്. ചീത്തപ്പേര് വരുമ്പോൾ നമ്മുടെ ചെറുക്കന്മാരുടെ പേരിലാകും. നാട്ടുകാരെ കൊണ്ട് അതും ഇതും പറയിപ്പിക്കാതെ അലക്സിന്റെയും വൈകിയുടെയും കെട്ടങ്ങ് നടത്തണം ചേട്ടത്തി, റാണി ഓർമ്മിപ്പിച്ചു. കാറിനരികിലേക്ക് റാണിയുടെ പിന്നാലെ അന്നമ്മച്ചിയും ചെന്നു. ഉപ്പിലിട്ട മാങ്ങയും നെല്ലിക്കായും പറമ്പിലുണ്ടായ 2 ഏത്തക്കുലയും ചക്കയും ഒക്കെ അപ്പനെ കൊണ്ടെടുത്ത് വയ്പ്പിക്കുകയും ചെയ്തു അന്നമ്മച്ചി. അലക്സിന് തന്റെ അനിയത്തിമാർ ഇവിടെ നിൽക്കുന്നത് ഇഷ്ടമില്ലാണ്ടായോ? അതാണ് ഈ ദേഷ്യമൊക്കെ. വെറുതെ കാട് കയറി ചിന്തിച്ചുകൊണ്ടിരുന്നു വൈക. വാവ കയറി വരുന്നത് കണ്ടപ്പോൾ വീണ്ടും വൈക കണ്ണുകൾ തുടച്ചു. ചേച്ചി എന്താ ഇവിടെ നിൽക്കുന്നത്?
ഞാൻ വെറുതെ. ഭേദു എവിടെ? താഴെയുണ്ട്. വാവയുടെ കണ്ണുകൾ ചാരിയിട്ടിരിക്കുന്ന ഡോറിനുള്ളിലൂടെ കാണുന്ന ഇത്തിരി വിടവിലൂടെ അകത്തേക്ക് നോക്കി. ഇച്ചായൻ പുറത്തു പോയോ? ചേച്ചി കഴിച്ചോ? വൈകിയുടെ കണ്ണുകൾ നിറഞ്ഞു. വാവ കാണാതെ കൈവരിയിൽ പിടിച്ച് തിരിഞ്ഞു നിന്നു. ചേച്ചി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? വൈകിക്കരികിലേക്ക് വാവ നീങ്ങി നിന്നു. ചേച്ചി ഇച്ചായനൊപ്പം ഒരുമിച്ച് റൂമിൽ കഴിഞ്ഞിട്ടുണ്ടോ? വാവ എന്താ ഉദ്ദേശിച്ചതെന്ന് വൈകിക്ക് മനസ്സിലായി. വൈക മിണ്ടിയില്ല. പറ ചേച്ചി. തന്റെ നേരെ തിരിഞ്ഞു വന്ന വാവയുടെ മുഖത്ത് നോക്കാതെ വൈക മൂളി. ഒരേ ഒരു ദിവസം ആ രാത്രി പുലരുവോളം ആ കൈക്കുള്ളിൽ കിടന്നാണ് ഉറങ്ങിയത്. പാതിമയക്കത്തിലൊക്കെ നെറ്റിയിൽ പതിച്ച അവന്റെ അധരങ്ങളുടെ ചെറുചൂടും അറിഞ്ഞിരുന്നു. വാവയുടെ മുഖത്തൊരു തരം പകപ്പ് പ്രകടമായിരുന്നു. നിങ്ങള് തമ്മിൽ ഫിസിക്കൽ റിലേഷൻ എന്തേലും? അല്പം മടിച്ച് വാവ ചോദിച്ചു. തന്റെ മകളായി വളർത്തിയവളാണ് മുന്നിൽ നിന്നും ഇത്തരമൊരു ചോദ്യത്തിനുള്ള മറുപടിക്കായി തന്നെ ഉറ്റുനോക്കി നിൽക്കുന്നത്. വൈക കുനിഞ്ഞ മുഖത്തോടെ ഇല്ലെന്ന് തല വെട്ടിച്ചു. തൊണ്ടയിൽ വല്ലാത്തൊരു ഗദ്ഗതം. എത്രയോ വട്ടം ഉമിനീരിറക്കി. കെട്ടൊന്നും കഴിഞ്ഞില്ലല്ലോ, എന്നിട്ട് മതി ഒരുമിച്ചുള്ള ജീവിതമൊക്കെ. അതെന്താ വാവേ? അലക്സിന്റെ ശബ്ദം വൈകിയും വാവയും ഉൾക്കിടിലത്തോടെ തിരിച്ചറിഞ്ഞു. വൈകിയുടെ നേരെ തിരിഞ്ഞു നിന്നതുകൊണ്ട് വാവയും കണ്ടില്ല അലക്സിനെ. വാവ പെട്ടെന്ന് അലക്സിന് നേരെ തിരിഞ്ഞു. വാവയെ തന്നെ നോക്കി നിൽക്കുവാണ് അലക്സ്. ആ മുഖത്ത് യാതൊരു നീരസവുമില്ല. വാവ വൈകിക്ക് മുന്നിൽ നിൽക്കുന്നത് കൊണ്ട് വൈകിയെ ചൊവ്വിന് കാണാനും പറ്റുന്നില്ല. ഞാൻ വൈകിയെ ഉപേക്ഷിക്കുമെന്ന് വാവയ്ക്ക് തോന്നുന്നുണ്ടോ? വാവയില്ലെന്ന് തലയനക്കി. ഞാൻ പറഞ്ഞൊന്നേ ഉള്ളിച്ചായ. എനിക്കറിയാം, വാവ ചേച്ചിയോടുള്ള സ്നേഹവും കരുതലും കൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞതെന്ന്. അലക്സ് ചെറു ചിരിയോടെ പറഞ്ഞ് റൂമിലേക്ക് പോയി. പോകുന്ന പോക്കിൽ വൈകിയെ ഒന്ന് നോക്കുകയും ചെയ്തു. വൈക! അകത്തു നിന്നും വിളി വന്നപ്പോൾ വൈക ഞെട്ടിപ്പോയി. അങ്ങനെയൊരു വിളി അപ്പോൾ പ്രതീക്ഷിച്ചില്ല എന്നതാണ് സത്യം. വാവ നിൽക്കുന്നത് കൊണ്ട് വൈക പോകാനും മടിച്ചു. വൈക! അലക്സിന്റെ ശബ്ദം വീണ്ടും ഉയർന്നു. വൈക മെല്ലെ റൂമിന് നേരെ നടന്നു. കൈ കഴുകി അലക്സ് കഴിക്കാനുള്ളത് മൂട തുറന്നു വെച്ചു. കഴിക്കണ്ടേ? വാ. വാതുക്കൽ അവളുടെ നിഴലനക്കം കണ്ടപ്പോൾ അലക്സ് സ്നേഹത്തോടെ തന്നെ വിളിച്ചു. വാവേ, കഴിച്ചാലോ? വൈക പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. വാവ പിന്നിലുണ്ടായിരുന്നോ? വേണ്ട ചായ, നമ്മൾ കഴിച്ചതല്ലേ. വൈക കഴിച്ചില്ല. ഒരു കമ്പനി കൊടുത്തേക്കാം അല്ലേ? വാ. വാവയോടായി പറഞ്ഞ് വൈകയെ വിളിച്ചു. വാ മോളെ, കുറച്ച് കഴിക്കാം. വേണ്ട ചേച്ചി, ചേച്ചി കഴിച്ചു. ഇച്ചായൻ ഇനി മുതൽ താഴെ വന്നിരുന്ന് കഴിക്കുവോ? വാവ ചോദിച്ചപ്പോൾ സമ്മതഭാവത്തിൽ മൂളി ചിരിച്ചു. കണ്ണും ചിമ്മി കാണിച്ചു. കൈ കഴുകി വൈകയും വന്നിരുന്നു. അച്ചിങ്ങ മെഴുക്കുവരട്ടിയും മീൻ വറുത്തതും മോരുകറിയും. ഏതോ വലിയ മീനാണ്, മുറിച്ചു വറുത്തിരിക്കുന്നു. ഇത്തരം വലിയ മീനൊന്നും കഴിച്ചിട്ടില്ലാത്തത് കൊണ്ട് വൈകിക്ക് മീൻ കഴിക്കാനും തോന്നിയില്ല. മെഴുക്കുവരട്ടി മാത്രം കൂട്ടി കഴിച്ചു. തൻ്റെ പ്ലേറ്റിലെ മെഴുക്കുവരട്ടി കൂടെ അലക്സ് വൈകിയുടെ ചോറിനരികിലേക്ക് വെച്ചു കൊടുത്തു. വൈക മുഖത്തേക്ക് നോക്കിയപ്പോൾ കണ്ണൊന്ന് ചിമ്മി കഴിക്കാൻ കാണിച്ചു. പിണങ്ങിയിരിക്കണം എന്നൊക്കെ കരുതിയതാണ്. പക്ഷേ ഇതിനോട് എങ്ങനെ പിണങ്ങാൻ തോന്നും? അത്രയ്ക്കും ഒരു പാവം പെണ്ണ. ചേച്ചി ഇതുപോലത്തെ മീനൊന്നും കഴിക്കില്ല, ചെറിയ മീനുകളൊക്കെ കഴിക്കും. വാവ ബെഡിലേക്കിരുന്നു. കഴിക്കാൻ ഇഷ്ടമുള്ളത് കഴിച്ചാൽ മതി പറഞ്ഞുകൊണ്ട് അലക്സ് അവളുടെ പ്ലേറ്റിൽ നിന്നും മീനെടുത്തു. അലക്സിനെ തന്നെയാണ് വാവ നോക്കിയിരുന്നത്. അവൻ കഴിക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. ഓരോ ഉരുള വായിലേക്ക് വയ്ക്കുമ്പോഴും ആ മിഴികൾ വൈകിയെ തേടി ചെല്ലുന്നു. പെട്ടെന്ന് വൈക വിക്കി ചുമയ്ക്കുമ്പോഴാണ് ഭാവയ്ക്ക് ബോധം വന്നത്. വെള്ളം പകർന്ന് വൈകിയുടെ ചുണ്ടിലേക്ക് അലക്സ് മുട്ടിച്ചു. വൈകിയെ നോക്കി വല്ലായ്മയോടെ വാവ മുഖം വെട്ടിച്ചു. ഒരു സ്പ്രിംഗ് ഫിറ്റ് കിങ് സൈസ് ബെഡാണ്. ബെഡിൽ കിടന്ന 2 റിമോട്ടിൽ ഒന്നെടുത്ത് വാവ TV ഓൺ ചെയ്തു.
നെടുങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മഹേഷിൻ്റേതെന്ന് സംശയിക്കുന്ന മൃതദേഹം പാതിരി വനത്തിനുള്ളിൽ നിന്നും കണ്ടെടുത്തു. വന്യജീവികൾ ഭക്ഷിച്ച ബാക്കി വന്ന ശരീരഭാഗം ജീർണിച്ച അവസ്ഥയിലായിരുന്നു. മഹേഷിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് DSK നേതാക്കൾ ഉൾപ്പെടെ കഴിഞ്ഞ 2 ആഴ്ച മുൻപ് പോലീസ് സ്റ്റേഷന് മുന്നിൽ ധർണ നടത്തിയിരുന്നു. ഭാര്യയുമായി പിണങ്ങിക്കഴിയുന്ന ഇയാൾക്ക് മാനസികമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായും റിപ്പോർട്ടുണ്ട്. മാനസിക പ്രശ്നം മൂലം ആൾതാമസമില്ലാത്ത ഉൾവനത്തിലേക്ക് തനിയെ പോയതാകാം എന്നാണ് നിഗമനം. ഇദ്ദേഹത്തിന്റെ സഹോദരൻ മനു പേവിഷബാധയെ തുടർന്ന് കഴിഞ്ഞ ഒരാഴ്ചയായി ചികിത്സയിലാണ്. ഭാവയ്ക്ക് സന്തോഷം കൊണ്ട് എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥ. കഴിക്കുന്നത് ശ്രദ്ധിച്ചതല്ലാതെ അലക്സ് ഒരു നോട്ടം കൊണ്ടുപോലും വ്യതിചലിച്ചിട്ടില്ല. വൈകയ്ക്ക് ഒരു തരം ഞെട്ടലോ മരവിപ്പോ ഒക്കെയായിരുന്നു. വൈക അറിയാതെ മൂളി വിളി കേൾക്കുന്നതിനൊപ്പം ഞെട്ടലോടെ അവളുടെ കയ്യിലിരുന്ന പ്ലേറ്റ് നിലത്തേക്ക് വീണു. ശ്വാസം പോലും എടുക്കാൻ കഴിയാതെ ഭയത്തോടെ ചാടി എഴുന്നേറ്റ് അലക്സിനെ നോക്കി. അലക്സാണ് ഇതിനൊക്കെ പിന്നിലെന്നുറപ്പാണ്. വൈക, അലക്സിന്റെ ശബ്ദം. വാവ സന്തോഷം കൊണ്ട് താഴേക്കിറങ്ങി ഓടി. അപ്പനെ കാണാനുള്ള ഓട്ടമാണ്. വൈക. മുന്നിൽ നിൽക്കുന്ന അലക്സിനെ നോക്കാൻ അവൾക്ക് ഭയം തോന്നി. അവൻ കൈ കഴുകി തുടച്ചുകൊണ്ട് അവളുടെ മുന്നിൽ വന്ന് നിന്നു. അവളുടെ തോളിൽ പിടിക്കാൻ നീട്ടിയ അവന്റെ കൈ വൈക തട്ടിമാറ്റി. അലക്സിന് ചിരി വന്നു. അവളുടെ മനസ്സിലെന്താണെന്ന് വ്യക്തമായി അവൻ അറിയാം. പോയി കൈ കഴുകു കൊച്ചേ. ഡോക്ടറല്ലേ അയാളെ? അല്ല, ഞാനല്ല. വൈകിയുടെ കണ്ണിൽ നോക്കി ഉറച്ച ശബ്ദത്തിൽ അലക്സ് പറഞ്ഞു.